ആ പിള്ളേരവിടെ ഇരിക്കുന്ന കണ്ട് നിന്റെ ചേട്ടൻ അടിക്കാൻ പോയില്ലേ? അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അങ്ങേരുടെ വയസ്സിനും നരയ്ക്കും എന്തെങ്കിലും ബന്ധമുണ്ടോടാ? ഈ നാട്ടിലെ വലിയ പുള്ളിയാ. ഈ നരച്ച മുടിയും കൊണ്ട് മുഖ്യമന്ത്രി കളിച്ചാൽ ആരെങ്കിലും പ്രേമിക്കുവോ? എന്റെ ചേട്ടന്റെ തല നരച്ചതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അതെങ്ങനെ? ആ ചായക്കടക്കാരൻ ഓരോ 10 മിനിറ്റിനും ചേട്ടന് കട്ടൻ ചായ കൊടുത്തു കൊടുത്ത് മുടി നരപ്പിച്ചതാ. ചായക്കടക്കാരാ എന്താ വേണ്ടേ? ബായിയെ കച്ചവടം കൂടാൻ വേണ്ടി ഒരു ദിവസം 15 ചായ ഉമാരുടെ ചേട്ടന് കൊടുത്ത് 3/4 ഭാഗവും ഈ പരുവത്തിലായി. ബാക്കി 1/4 ഭാഗം കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അത് നീ ചായ കൊടുത്ത് കുളവാക്കല്ലേ. ഇവർക്ക് സത്യം ചെയ്ത് കൊടുക്ക്, നിന്റെ കടയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ആരേ ബായ്, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? എന്റെ അടുത്ത് ജോലിക്ക് വരുമ്പോ നിങ്ങളുടെ ചേട്ടന് 15 വയസ്സ്. രാവിലെ മുതൽ നിന്ന് ഗ്ലാസ് കഴുകിക്കൊണ്ടേയിരിക്കും. ഉച്ചയ്ക്ക് ഉണ്ണാൻ പാടാന്ന് വിളിച്ച് ഒരു പൊതി ചോറ് കൊടുക്കും. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുതിര വേഗത്തിലാ അവൻ ഓടുന്നത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചാ അനിയന്മാർക്ക് ചോറ് കൊടുക്കാനാന്ന്. അപ്പൊ നിനക്കൊന്ന് ചോദിച്ചാ എനിക്ക് ചായ മതി ബാ എന്ന് പറയും. മാഷാ അല്ലാ, ചായ കുടിച്ചാടാ നിന്നെയൊക്കെ വളർത്തിയത്. അവൻ കുടിച്ചു ശീലിച്ചു, ഞാൻ കൊടുത്തു ശീലിച്ചു. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്തോടാ. ചേട്ടൻ നമുക്ക് ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ലടാ. ചേട്ടന് വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? ഇനി നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം വേണ്ട. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. അത് നടക്കുവോ? നടക്കും. ഈ ലോകത്തിൽ മനുഷ്യനായി പറഞ്ഞ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രേമകഥ ഉണ്ടാകും. പേര് കേട്ട ഹിറ്റ്ലറിന് പോലും ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചേട്ടനും കൗമാര പ്രായത്തിൽ എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചെമ്പരുന്തല്ലേ, നിന്നെ വലയിലാക്കുമെന്ന് തീർച്ചയായിട്ടും ഒരു ഡ്യൂറ്റ് പാടിയിട്ടുണ്ടാവും. അത് നമ്മളെങ്ങനെ അറിയും? നിങ്ങളുടെ ചേട്ടനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ വരവും കാത്ത് തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ടാവും. പിള്ളേരെല്ലാം ഉറങ്ങിയോ? വാതിലെല്ലാം അടച്ചോടി. അടുക്കളയുടെ കഥ അടച്ചോ? ബെഡ്റൂമിന്റെ കഥ കടച്ചോ മോളെ? നീ ജനൽ മാത്രം അടച്ചില്ലല്ലേടി? നീയൊക്കെ എന്തിനാടാ ഈ നേരത്തെ വന്ന് സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നത്? എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ? അതിന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ചോദ്യത്തിന് വേഗം ഉത്തരം പറഞ്ഞ ഞങ്ങൾ അങ്ങ് പോയേക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ തന്റെ മക്കളെ ഞാൻ ഇപ്പൊ വിളിച്ചെണിപ്പിക്കാൻ പോവാ. എന്തിനാടാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? ഈടാ നിങ്ങൾ മാത്രം ഭാര്യയായി കൊഞ്ചിക്കൊണ്ടിരിക്കും. എന്റെ ചേട്ടൻ ഒറ്റത്തടിയെ കഴിയണമെന്ന്. എടാ, നിന്റെ ചേട്ടൻ കല്യാണം കഴിക്കില്ലെന്ന് വാശി പിടിച്ച ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെയാ ചേട്ടന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കണം. പറ ചേട്ടൻ ചെറുപ്പത്തിൽ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമമല്ല, വഴക്ക് മാത്രം. അയ്യോ, ചുമ്മാതിരിക്കടാ. ഈ മോന്ത കണ്ട് ബോറടിച്ചിരിക്കുക. ദൈവം ഇതൊന്ന് വേഗം പറ. അന്ന് ഞാനും വിനായകനും നാഗമ്പടത്ത് 6ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക. അന്ന് സ്കൂളിലെ ഒരു മത്സരം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ വിനായകത്തിനെ എനിക്ക് നല്ലവണ്ണം അറിയാം. ആ പഴയ സ്നേഹം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ പാട്ടും കൂത്തും ഇപ്പൊ അവൻ നിർത്തും. പാട്ട് നിർത്തിയല്ലോ. ഇപ്പൊ ചന്തിക്ക് ചൂട് വെച്ച പോലെ ചാടി എഴുന്നേക്കുന്ന കണ്ടോ? ചേട്ടൻ എഴുന്നേറ്റല്ലോ. ഇനി കിഴക്കേ ഭാഗത്തേക്ക് 2 സ്റ്റെപ്പ് നടക്കുന്ന കണ്ടോണം. ശരിയാ, നടക്കുന്നുണ്ട്. ഇനി അവൻ ഫോൺ എടുക്കുന്ന കണ്ടോണം. അയ്യോ, ശരിയാണല്ലോ. പറയടാ വിനായക, എന്താ? ഒന്നുമില്ല കളക്ടറെ. ഏത് പേരാ പറഞ്ഞേ? വിനായക. എൻ്റെ പേരല്ലടാ, ഏതോ പെണ്ണിന്റെ പേര് പറഞ്ഞില്ലേ? ഗോപികാദേവി. ഗോപികാദേവി. താക്കോല് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം. വേണ്ടടാ, നീ ഒരുപാട് കഷ്ടപ്പെടണ്ട. നിനക്ക് വേണ്ടി ഇതുപോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ കളക്ടറെ? ശരി, നീ തന്നെ കൊണ്ടു കൊടുക്കൂ. പോ. പ്ലാൻ 1. ചേട്ടൻ ആദ്യമായിട്ടാ കണ്ണാടി നോക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം 8 കല്ല് നോക്കിയാണോടാ ഷേവ് ചെയ്തോണ്ടിരുന്നത്? കളക്ടർ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, വേഗം ലഗേജെല്ലാം എടുക്കും, അകത്തേക്ക് പോകാം. ചേട്ടൻ രാത്രി എവിടേക്ക് പോവാ? അടുത്ത വീട്ടിൽ താക്കോൽ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. കൊടുത്തിട്ട് വരാം. ഓ, ചേട്ടൻ ചെയ്യുന്ന എന്താ? ഞാൻ കൊടുക്കാലോ. അവസാനം വരെ നീയൊന്നും ചേട്ടത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ഞിവെള്ളം കുടിക്കില്ല. ഈ പന്നി തെരഞ്ഞേ കുടിക്കാൻ പറ്റൂ. ചുമ്മാ ഇരിക്കടാ. നീ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ല്, ഞാനിപ്പോ വരാം. വേഗം വാടാ, നമുക്ക് ചേട്ടന്റെ ലവ് എൻട്രി ഒന്ന് കാണാം.
ഗോപികാദേവി, ഇത് പ്ലാൻ 2. ആരാണ്? ഗോപികാദേവി, അതെ, ഞാൻ തന്നെയാ. പറഞ്ഞോളൂ. കളക്ടർ ഈ താക്കോല് കൊടുക്കാൻ പറഞ്ഞു. ഓ, താങ്ക്സ്. ബെയില് എന്താ പ്രാണി വല്ല അകത്ത് പോയോ? ആ, സന്തോഷം. സന്തോഷാർന്നെങ്കിൽ പറഞ്ഞാ പോരെ. ബ്രോക്കർ പണി ചെയ്തതിന് ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് നിന്നേ. വേറെ ഏതെങ്കിലും വിളിപ്പേരുണ്ടോ? കോപ്പു. ഗോപു. തള്ളി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഇപ്പൊ താനെ സ്റ്റാർട്ടാവുന്ന തോന്നുന്നേ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പച്ചക്കറി മൊത്ത വ്യാപാര വില നിലവാരം കൂടാതെ അതിനോട് ചേർന്ന് ലോറി കോൺട്രാക്ടർ ടെൻഡറും ഇന്നേ ദിവസം പൊതുലേലത്തിന് വെച്ചിരിക്കുന്നു. ടെൻഡറിന്റെ അവസാന തീയതി ഇന്നായതുകൊണ്ട് ടെൻഡർ കൊടുക്കേണ്ടവർ ഇപ്പോൾ തന്നെ കൊടുക്കേണ്ടതാണ്. എല്ലാവരും കൊടുത്തോ? തഹസിൽദാർ പറഞ്ഞത് കേട്ടില്ലേ? കുറെ വർഷങ്ങളായി വീണ്ടും വീണ്ടും ഞാൻ തന്നെയല്ലേ ഈ പദവിയിലുള്ളത്. നിങ്ങൾ ധൈര്യമായി കൊടുക്ക്. ഇങ്ങനെ കുനിഞ്ഞിരുന്ന എന്റെ ഭാര്യ പോലും എന്നെ വില്ലനായിട്ടേ കാണൂ. ആ കവർ പൊട്ടിച്ച് വായിക്കാൻ നോക്ക്. ഈ വർഷവും ഞാൻ തന്നെയാ. സാറേ, വേറൊരു ടെൻഡർ കൂടെ വന്നിട്ടുണ്ട്. നീയോ? എന്താ മോനെ, പദവിയിലിരിക്കാൻ ആഗ്രഹം തോന്നിയോ? ആഗ്രഹം കൊണ്ട് വന്നതല്ല, ദേഷ്യം കൊണ്ട് വന്നതാ. ഇവിടെ സർക്കാരിനെ പറ്റിച്ചു, മിണ്ടാതിരുന്നു. ഒരു ജാൺ വയറിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട കർഷകരുടെ വയറ്റത്തടിച്ചു. എല്ലാത്തിനും ഒരു അതിരുണ്ട്. വിത്ത് വിതച്ചവൻ അത് കൊയ്യുകയും ചെയ്യും. ഫോൺ കയ്യിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ട്. സിഗ്നൽ ഉണ്ടോ? കാണും. ശരി. പറയട കൊച്ചനെ. ചേട്ടാ, രാവിലെ ഇവിടുന്ന് പോയ നമ്മുടെ 30 ലോറി കാണാനില്ല. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. നിങ്ങളുടെ കയ്യിൽ സെൽഫോൺ ഉണ്ടോ? ഉണ്ട്. സിഗ്നൽ ഉണ്ടോ? ഉണ്ട് മോനെ. ശരി. ഹലോ. വിനായകത്തിന്റെ അനിയന്മാരെ എന്നെ കൊല്ലാൻ പോന്നു. എന്നെ രക്ഷിക്കാ, ഇവന്മാരെല്ലാം എന്നെ കൊല്ലും. നിങ്ങൾ 30 ലോറിയാ പൊക്കിയത്. ഞാൻ നിങ്ങളുടെ ഒറ്റ കാറേ പൊക്കിയുള്ളൂ. അകത്തേക്ക് നോക്കിയപ്പോൾ ഒന്നിനും കൊള്ളാത്ത മകനെ കണ്ടു. എത്ര എണ്ണം പൊക്കിയെന്നുള്ളതല്ല പ്രധാനം, എന്ത് പൊക്കിയെന്നുള്ളതാണ് പ്രധാനം. പറഞ്ഞത് മനസ്സിലായല്ലോ? നെട്ടൂരാനേക്കാൾ വിനായകൻ അധികം തുക കിട്ടിയതിനാൽ വിനായകൻ ട്രാൻസ്പോർട്ട് ഉടമസ്ഥൻ വിനായകന് ടെൻഡർ ഉറപ്പിച്ചിരിക്കുന്നു. വിനായക,
ചാണക്കി വെച്ച് വെള്ളത്തി മുക്കിയ കത്തി പോലെ അങ്ങ് തണുത്തുറഞ്ഞല്ലോ. ഏത് ജാതിയാടാ നീ? നിനക്ക് ജാതിയല്ലേ അറിയേണ്ടത്, ഞാൻ പറയാം. ഹിന്ദു എന്ന് വിചാരിച്ച ഹിന്ദു, ക്രിസ്ത്യൻ എന്ന് വിചാരിച്ച ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് വിചാരിച്ച മുസ്ലിം, സിഖ് എന്ന് വിചാരിച്ച സിഖ്, ദളിത് എന്ന് വിചാരിച്ചാൽ ദളിത്. നീ എന്ത് ജാതി എന്ന് വിചാരിക്കുന്നുവോ ആ ജാതിയാണ് ഞാൻ. രക്തത്തിൽ നീ ജാതി നോക്കരുത്. എല്ലാം കൊണ്ട് ഞാൻ അധ്വാനിക്കുന്ന ജാതിയാടാ. ഓ, ഒരു വിധത്തിൽ നിങ്ങളുടെ ഭാവി ചേട്ടത്തിനെ അടുത്തുള്ള വീട്ടിൽ കൊണ്ടേ ആക്കി. എടോ, അത് ചെയ്ത കളക്ടറല്ലേ, താനൊന്നും ചെയ്തില്ലല്ലോ. ഈ പെരുങ്കുഴിയുടെ കളി ഇനി എല്ലാരും ഇപ്പൊ കാണാൻ പോകുന്നേ ഉള്ളൂ. പറയടാ പെരുങ്കുഴി. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഗോപിക ദേവി ഇല്ലേ, അമ്പലത്തിൽ 4 പൂവാലന്മാർ അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വേഗം പോയി എന്തെങ്കിലും ചെയ്യ് ചേട്ടാ. ഞാൻ നോക്കാം. എന്ത് പ്ലാനാ ഇത്? ഞാൻ എപ്പോഴേ 4 റൗഡികളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ റൗഡി ഗോയിങ്, ചേട്ടൻ കമ്മിങ്. ചേട്ടൻ ചുമ്മാതെ അടി കൊടുക്കുന്ന ആളല്ലേ, അപ്പോ ചേട്ടത്തെ ശല്യപ്പെടുത്തിയാൽ നെഞ്ചിന്റെ വാരയിൽ ഒടിക്കും. ഈ സീനെല്ലാം കഴിയുമ്പോൾ കാനന ചായയിലടുമയ്ക്കാൻ, അതിനുശേഷം ഒരു ഡ്യൂവറ്റ് ആണ് മോനെ. വളരെ പഴക്കമുള്ള ഐഡിയ. ഇന്നലെ രാത്രി ഞാൻ കുറെ സിനിമകൾ കണ്ടായിരുന്നു. എല്ലാ സിനിമയിലും ഈ സീനുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ സീൻ ഇത് ഒരിക്കലും നടക്കുന്ന ഇത് കാര്യമല്ല. ആ ഗോപിക ദേവിയുടെ ഗ്രൂപ്പില് പൊടി തൂക്കാൻ നിൽക്കുന്ന പെണ്ണല്ലേ, ഇവൾക്കെന്താ ഇവിടെ കാര്യം? അതല്ലടാ. അയ്യോ എന്താ ഞാൻ പറയുന്നത്, ആദ്യം ചേട്ടന്റെ കല്യാണം നടക്കണം. എന്താണ് ഇവിടെ നടക്കുന്നേ? ഒന്നുമില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. പുക ഊതുന്ന വായും പീപ്പി ഊതുന്ന വായും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ലേ. എപ്പോഴാടാ നീ ഈ സിം ആക്ടിവേറ്റ് ചെയ്തേ? ഞാൻ പറയാം. ഇവരുടെ ചേട്ടൻ വീടിന്റെ താക്കോൽ മാത്രമാണ് തന്നത്. പക്ഷെ ഇവൻ ഗ്യാസ് കണക്ഷൻ തന്നു, കേബിൾ കണക്ഷൻ തന്നു, പിന്നെ വാട്ടർ കണക്ഷൻ തന്നു. ഇങ്ങനെയുള്ള ഊശാന്താടിയും വെച്ച് നീ എപ്പോഴാടാ ഈ സിമ്മില് 2Gയും 3Gയും ആക്ടിവേറ്റ് ചെയ്ത്? എടാ, നിന്റെ ഈ ഒടുക്കത്തെ റേഞ്ച് വല്ലപ്പോഴും ഒന്ന് കട്ട് ചെയ്യടാ. എന്തുകൊണ്ട് വർക്കൗട്ട് ആകില്ല? ആക്ച്വലി ഗോപിക ദേവിക്ക് വഴക്കൊന്നും ഇഷ്ടമല്ല. അവളൊരു പൂവിനെ പോലെയാ. ഒരു ചെറിയ ശബ്ദം കേട്ടാ മതി പേടിക്കാൻ. ഈ വഴക്കെല്ലാം കണ്ട നിങ്ങളുടെ ചേട്ടന്റെ മുഖത്ത് പോലും നോക്കില്ലവൾ. അയ്യോ ചേട്ടാ, അയ്യോ ചേട്ടാ നിക്ക്. എടാ റൗഡീസ്, എടാ തന്ന 10,000 രൂപയ്ക്ക് ചപ്പാത്തി മാവ് മേടിച്ച് വീട്ടിലേക്ക് പോടാ. എന്താടാ നിന്റെയൊക്കെ സംസ്ഥാന സമ്മേളനം നടക്കുവാണ് ഇവിടെ. കഴിക്കാൻ സമയമാകുമ്പോ ഞാൻ വിളിക്കാം. ഫൈറ്റ് ക്യാൻസൽ, വാപ്പസ് ജാവോ. പൈസ ദേ ദിയാ ഹം ജറൂർ മാരേംഗെ. ഹലോ എടാ ബെയിലെ, ആ ഗൂർഖകളെ തടഞ്ഞോ? എടാ, ഈ നേപ്പാളികളല്ല എരപ്പാളികളാടാ. വാങ്ങിയ കാശിന് അടിക്കാതെ പോകില്ലെന്ന്. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ താൻ ഫോൺ അങ്ങോട്ട് കൊടുത്തേ. ഒരു മിനിറ്റ് ഇതാ സംസാരിക്കടാ. അച്ഛാ സാബ്, ഓക്കേ സാബ്, ടീക്കേ സാബ്. ഞാൻ തന്നെ ഒരു വലിയ വക്കീലാ. ഞാൻ പറഞ്ഞ അനുസരിക്കാത്തവര് നീ പറയുമ്പോൾ എങ്ങനെയാണ് അനുസരിച്ചത്? ടീക്കെന്നൊക്കെയാണല്ലോ പറയുന്നേ. ഇവന്മാര് കോലുകളി നടത്താൻ പോവാടാ. മനസ്സിലായി. അബ്സുർക്കതോ. I'm so sorry. സാരല്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണം. ആ റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. കൊള്ളാലോ. But I'm so sorry. ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊള്ളാലോ. ഇത് റെഡ് അല്ല കൊച്ചേ, എന്റെ ബ്ലഡാ. ചേട്ടത്തിയുടെ മനസ്സിൽ ചേട്ടൻ കേറി പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ചേട്ടത്തിയുടെ വീട്ടിൽ നമ്മളെല്ലാവരും കേറി കൂടണം. അതിന് ദൈവം തന്നെ വഴി കാണിച്ചു തരണം. ദൈവം വന്ന് വഴി കാണിച്ച്. എടാ, ദൈവം വഴി കാണിച്ചടാ. കണ്ടില്ലേ ഐശ്വര്യത്തിന്റെ പോക? നിന്റെ ചേട്ടന് വളച്ചു കൊടുക്കുന്നതിന് മുൻപ് ഇവൻ ഞോണ്ടി ഞോണ്ടി ഡ്യൂവൽസും ആക്കുന്നാ തോന്നുന്നേ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാ? നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? നമസ്കാരം. നമസ്കാരം. പറയൂ.
ചോദിക്കുന്ന കേട്ടില്ലേ? വീണ്ടും പറയാൻ നമസ്കാരം. നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? ഞങ്ങൾ അടുത്ത വീട്ടിലുള്ളവരാ. അതിന് നീ ജയനൊന്നും ആകണ്ട. ഇതെന്താ ശരപഞ്ചരമോ? ഓടാ ഓടാ. ഞങ്ങള് വിനായകന്റെ അനിയന്മാരാ. ഈ പ്രതിമ ഒന്ന് മിനുക്ക് പണി ചെയ്യും. നോ 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 നോ, ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ക്ഷേത്രശില്പങ്ങളെ ചെയ്യാറുള്ളൂ. ഇതൊന്നും പറ്റില്ല. വേറെ ആരെങ്കിലും നോക്കൂ. പഴയ സാധനങ്ങൾക്ക് പൊടി തൂക്കുന്ന ഇവൾക്ക് ഇത്രയും ജാടയോ? പോകാനല്ലേ പറഞ്ഞു? ചൂടാവരുത്. ക്ഷേത്രാണെങ്കിലും വീടാണെങ്കിലും ശില്പം ശില്പവും ദൈവവും ദൈവവും അല്ലേ. ഞാൻ എനിക്ക് തരാം. രക്ഷപ്പെട്ടു. ഗേൾസ്, നിങ്ങൾ അകത്തേക്ക് വാ. ഇപ്പൊ സമയം 6 അയ്യോ, ഇതെങ്ങനെ വാച്ച് പോലും നോക്കാതെ ആകാശം നോക്കി സമയം പറയുന്നത്? അവൻ ആകാശത്ത് നോക്കിയല്ല പറഞ്ഞത്, ഞങ്ങളുടെ ചേട്ടനെ കണ്ട് പറഞ്ഞതാ. ചേട്ടനോ? രാത്രി എന്ത് പണ്ടാരാടാ നീ എനിക്ക് ഒഴിച്ചു തന്നെ. എന്ത് ചെയ്തിട്ട് ഈ മത്ത ഇറങ്ങുന്നില്ലല്ലോടാ. തല നിവർത്തി ഇരുന്നേ. സൂര്യൻ നേരെ ഉച്ചയിലടിച്ചാ ഇന്നലത്തെ കെട്ടങ്ങ് മാറും. അവിടെ എന്താ ചെയ്യുന്നേ? ധ്യാനത്തിൽ മുഴുകിയിരിക്കുക. ചുമ്മാ 6 ചക്രവും ഒരു നിലയിലാക്കി ചേട്ടന്റെ ഒരു വരവുണ്ട് ഇങ്ങോട്ട്. 7 ചക്രമല്ലേ? 6 ചക്രം എന്ന് പറയുന്നു. ഒരു ചക്രം പഞ്ചറൊട്ടിക്കാൻ കൊടുത്തിരിക്കുക അല്ലേ? എത്ര നേരം ഇരുന്ന് ചെയ്യും? രാത്രി എത്ര റൗണ്ട് പോകുന്നോ അത്ര നേരം വരെ ചെയ്യും. മനസ്സിലായില്ല. റൗണ്ടോ? അതല്ലെന്നേ, ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കൂലേ, അതാണ് ഇയാൾ ഉദ്ദേശിച്ചത്. രാത്രി എത്ര റൗണ്ടാടാ പോയത്? 9. അപ്പൊ എന്തായാലും 9 മണിയാകും. നൈസ് ക്വാളിറ്റി. ഞങ്ങളുടെ അയ്യോ, ശബ്ദം ഉണ്ടാക്കാതെ. എന്താ? ധ്യാനം ചെയ്യുന്ന ആളെ ശല്യപ്പെടുത്തരുത്. എടാ വാടാ പോകാം.